ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ പിള്ളേർസിന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അവനിപ്പോൾ എനിക്ക് തോന്നുന്നു 4-ാം തീയതി ആയിട്ടാണ് തോന്നുന്നത് റീ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇനി രണ്ടാൾ രണ്ട് സ്ഥലത്തേക്കാണ്, ഒരാൾ ഫസ്റ്റ് സ്കൂളിലേക്കും ഒരാൾ ഭാവൻസിലേക്കും. അങ്ങനെ ഇന്ന് വളരെ ശാന്തം. എനിക്ക് തോന്നുന്നു 10 മണിയൊക്കെ ആയിട്ടുണ്ട് എണീക്കുമ്പോൾ. പാച്ചും കുറേ ലേറ്റായിട്ട് എണീറ്റത്. ചാക്കോച്ചൻ പതിവുംപടി നേരത്തെ എണീറ്റു. അപ്പോൾ ഡിവൈൻ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇന്ന് ഡിമ്പിളാന്ന് തോന്നുന്നുണ്ട് ആദ്യം എണീറ്റപ്പോൾ പറയുന്നുണ്ടായിരുന്നു പാപ്പൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കാമായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോഴേ അപ്പൻ്റെ കൂടെ ഇരുന്നിട്ട് മോൻ പൂരി കഴിക്കുകയാണ് കേട്ടോ. വലിയ കുട്ടികളുടെ പോലെ ഇരുന്നിട്ട് പൂരി കഴിക്കുക. അപ്പോൾ ഇന്ന് പൂരിക്ക് നല്ല പരിപ്പ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാൻ എണീറ്റ് വരുമ്പോൾ ഡിവൈൻ ഓൾറെഡി ഇതേ കഴിക്കുന്നുണ്ട്. ഡിമ്പിളിൻ്റെ കഴിച്ച് കഴിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. കുട്ടികൾ ആരും എണീറ്റിട്ടില്ല. അപ്പോൾ ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിനെ ചാക്കോച്ചനെ എവിടെയാണോ നീങ്ങി നിൽക്കുന്നത് ആ സമയം നോക്കി കഴിക്കും. അല്ലെങ്കിൽ കഴിക്കണ നേരത്തെ ചാക്കോച്ചന് അല്ലെങ്കിൽ തോമോന് ഒന്നെങ്കിൽ പാല് അല്ലെങ്കിൽ അത് ഇതെന്ന് പറഞ്ഞിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ചാക്കോ എന്നോട് വാതിൽ തുറന്നു കൊടുക്കാൻ പറയാണ്. അവനിപ്പോൾ 2 ദിവസമായി അക്കിയോടെ പോയിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു വിമിഷ്ടം അവനുണ്ട് കേട്ടോ. അപ്പോൾ പോൾസൺ പേപ്പറിന് ഇടയ്ക്ക് വന്നിട്ട് എത്തിച്ച് നോക്കണതാണ് ആ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം കിച്ചണിൽ കിടന്ന് പതിവ് പോലെ മെഴുകുതിരി കത്തിച്ചു. അപ്പോൾ നമ്മുടെ മറ്റേ മെഴുകുതിരി ഇന്നത്തോട് കൂടിയിട്ട് മിക്കവാറും അത് കഴിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഭയങ്കര പേടിയാണ് അത് കത്തിക്കുമ്പോൾ, എന്നാലും അത് കത്തി കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നല്ല പരിപ്പ് കറി ഉണ്ടായിരുന്നു എന്ന്, നമ്മുടെ തൃശ്ശൂർക്കാരുടെ പരിപ്പ് കുത്തിക്കാച്ചിയതും പിന്നെ പൂരിയിലും ബാക്കിയുണ്ടായിരുന്നു, പപ്പടത്തിലും ചപ്പാത്തിയിലും ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഡിമ്പിളാണ് ലാസ്റ്റ് കഴിച്ചത്. ഞാനാണ് ലാസ്റ്റ് കഴിച്ചത്. അപ്പോൾ അത് ഞാൻ എണീക്കാനും കുറച്ച് ലേറ്റ് ആകുമ്പോൾ അതനുസരിച്ച് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ എണീറ്റ വഴിക്ക് എന്തെങ്കിലും കാപ്പിയും കട്ടനും എന്തെങ്കിലും കഴിച്ചിട്ടാണൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ നമ്മുടെ തലമൂത്ത കാർന്നര് പോയിട്ട് കൊറിയർ വാങ്ങിയിട്ട് വരിക. ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക് കേട്ടോ. കൊറിയർ പോയിട്ട് വാങ്ങിയിട്ട് വരാനും ആരെങ്കിലും വന്നാൽ ഗേറ്റിൻ്റെ അവിടേക്ക് പോകാനും യാത്രയാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ട് പറയുക. അപ്പം അവിടെ നിന്ന് അവർ പേര് പറയുമല്ലോ. അപ്പോൾ വന്നിട്ട് എനിക്കുള്ള കൊറിയറാന്ന് പറഞ്ഞിട്ട് അവൻ തുറക്കാൻ നോക്കുക. അപ്പോൾ ഡിവൈൻ പറഞ്ഞു നമുക്ക് കിച്ചണിൽ പോയിട്ട് തുറക്കാമെന്ന് പറഞ്ഞപ്പോൾ അതും കൊണ്ട് വേഗം ഓടി മൂപ്പര്. എല്ലാതും അവനറിയാം എന്തൊക്കെ എവിടെയൊക്കെ ഇരിക്കണേന്നുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മറ്റ് 2 പേരുടെയും പോലെയല്ല, അവർക്കൊന്നും അറിയില്ല എവിടെയാണ് എന്താണെന്നൊന്നും. അവർ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ നോക്കും എന്നല്ലാണ്ട്. പക്ഷേ ഇവൻ അങ്ങനെയല്ല. അക്കിയുടെ വീട്ടിൽ പോയാലും പറയണേക്കാം ഓടി ചെന്നിട്ട് പ്ലേറ്റ് എടുക്കും, മാമൂ എടുക്കും, പപ്പടം പോയിട്ട് പപ്പടത്തിൻ്റെ പാത്രം പോയിട്ട് അവിടെ നിന്ന് പോയിട്ട് പപ്പടം എടുപ്പിക്കും എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതവന് ഓടാണ്, കത്രിക എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടം കേട്ടോ. അപ്പോൾ അവനറിയാം ഇന്ന സ്ഥലത്താണ് ഇതിരിക്കണേന്ന്. അപ്പോൾ പറയുക ദയവായോ വന്നിട്ട് കത്രിക എടുത്തതായോ എന്നിട്ട് പൊട്ടിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് അവന് ഓരോ സ്ഥലങ്ങളും കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ വേറെ ഒന്നുമല്ല, ലെമൺ ടീ ആണ് കേട്ടോ, മറ്റേ ടീ ബാഗാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോണിനും ഡാഡിക്കും ഈ ലെമൺ ടീ കുടിക്കുന്ന ഒരു ശീലമുണ്ട്, ഇഷ്ടമാണത്. അപ്പോൾ സാധാരണ രാത്രിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഇതിങ്ങനെ ലൈം പിഴിയ പതിവ്. ഞാൻ മറ്റേത് വാങ്ങിയെങ്കിലും അതിൻ്റെ ടേസ്റ്റ് വലിയ സുഖമില്ല, വല്ല കറിയിലൊക്കെ യൂസ് ചെയ്യാമെന്നല്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ കണ്ടപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചത്. ഞാൻ ഗ്രീൻ ടീ ഇങ്ങനെ സ്ഥിരം വാങ്ങിക്കാറുണ്ട്, ലെമൺ ടീ ആദ്യമായിട്ടാണ് കേട്ടോ. ലെമൺ ടീ സാധാരണ മറ്റേ ഐസ് ടീ ഒക്കെ വാങ്ങിക്കാറുണ്ട്, ഞാൻ ഇത് ആദ്യമായിട്ടാണ്. ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല, എങ്ങനെയുണ്ട് നോക്കിയിട്ടില്ല. ഹെർബൽ ലെമൺ ടീ എന്നാണ്. അപ്പോൾ ഞാൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിയപ്പോൾ അവനിപ്പോൾ പൊട്ടിക്കണം അത്. അപ്പോൾ ഡിവൈൻ ഇത് കൊണ്ട് വേസ്റ്റിലിടാൻ പറഞ്ഞിട്ട് ശ്രദ്ധയൊന്ന് തിരിച്ച്, മറ്റേ ശ്രദ്ധ പെട്ടെന്ന് തിരിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് അങ്ങനെ അധികം വാശി പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല, വേഗം തിരിച്ച് അത് കഴിഞ്ഞ് അപ്പം വന്നിട്ട് തുറക്കാമെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചോട് കൂടിയിട്ട് അവനത് അങ്ങോട്ട് മറന്നു പോയിട്ടോ. അങ്ങനെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എനിക്കും അതെ തൊണ്ടയിലൊരു പിടുത്തമാണ്, ഡിവൈനും ഉണ്ട്. ഡിമ്പിളുടെ ഇതേ ഇപ്പോൾ രാത്രി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ചാക്കോച്ചൻ്റെ ഒരു ആന കേട്ടോ. അപ്പോൾ അവൻ ആന എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ പല കളറിലുള്ള ലൈറ്റ് കത്തണ ഒരു ആന. അപ്പോൾ അവൻ പറഞ്ഞിട്ട് എടുക്കുന്നത്, അവൻ എന്നെ ഫോൺ കൊണ്ടുവന്നിട്ട് ഇപ്പം ഞങ്ങളേക്ക് എടുത്തു തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് നമ്മുടെ പാച്ചൂട്ടനാണ് എണീറ്റത്. പാച്ചൂട്ടൻ എണീറ്റ് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇവർ 2 പേര് സെറ്റ് ആയിട്ട് ഓരോന്ന് കാണിക്കും. അപ്പോൾ അപ്പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞപ്പോൾ കിച്ചണിലേക്ക് കള്ളനോട്ടം നോക്കിയിട്ട് പോണതാണ് കാണുന്നത് കേട്ടോ. അപ്പോഴേക്കും അടുത്ത സംഭവം വന്നു ഓൺലൈനിൽ നിന്ന്. അപ്പോൾ ഞാൻ ഈ ആഴ്ച കണ്ടമാനം സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടി സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, നമ്മളുടെ സ്വിച്ച് ബോർഡിൻ്റെ സൈഡിൽ ഒട്ടിക്കണ
സ്റ്റിക്കറുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടപ്പോൾ ഇന്നലെ എനിക്ക് വെറുതെ ഒരു പൂതി തോന്നിയിട്ട് ചെയ്തതാണ്. കുട്ടികൾ എന്നോട് പറയും അനാവശ്യമില്ലാണ്ട് സ്റ്റിക്കറുകൾ ഒട്ടിക്കയക്കുമെന്ന് എപ്പോഴും പറയെങ്കിലും ചിലത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു വീക്ക്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അതിലൊരു സംഭവമാണിത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മളുടെ ചില സ്വിച്ച് ബോർഡിൻ്റെ അവിടെയൊക്കെ മുഷിച്ചിലുണ്ട്. പിന്നെ കുട്ടികൾക്കായാലും ഇത് കാണുമ്പോൾ ഒരു കൗതുകമല്ലേ. അപ്പോൾ ഞാൻ ഡിംപിളിന് ഇന്ന് രാത്രിയിലാണ് ഡിംപിളിൻ്റെ ഡിവൈനിങ് കാണിച്ചത്. ഡോൺ കണ്ടിട്ടില്ല, ഡോണും ഡാഡിയും കണ്ടിട്ടില്ല. ചിലപ്പോൾ ഒട്ടിക്കണ്ടെന്ന് പറയും, ചിലപ്പോൾ ഒന്നും മിണ്ടില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഭംഗി പോലെ ചെയ്യണം. എനിക്കെന്തോ കണ്ടപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് നമ്മളുടെ ഹോളിലേക്ക് ഭംഗി ഉണ്ടാവുമല്ലോ എന്നൊരു തോന്നലാട്ടോ. നോക്കട്ടെ, ഒട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും എടുത്ത് വയ്ക്കും. ബെഡ്റൂമിലെങ്കിലും ഞാൻ ഒട്ടിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ക്ലിപ്പാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇന്നാൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അക്കി എനിക്ക് 3 4 കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, എൻ്റെ വിചാരം അത് ഒട്ടില്ല എന്നായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ നല്ല ഭംഗിയിൽ ഒട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സെറ്റ് വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതിനധികം വിലയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഭംഗിയിൽ ടൈൽസുമൊക്കെ ഒട്ടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് അക്കി തന്ന ഇതാണ്. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ആവശ്യമുള്ളിടത്തൊക്കെ അത് ഒട്ടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ, എല്ലാതും ഒരു ദിവസം ഒട്ടിച്ചില്ലെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒട്ടിക്കാമല്ലോ. അങ്ങനെ 2 കൊറിയറും കൂടി വന്നു. അപ്പോൾ ഒരെണ്ണം അവൻ്റെ കയ്യിൽ ഒതുങ്ങേണ്ടതാണ്, അത് റിട്ടേൺ ആണ് കേട്ടോ. ഇത് ഒരു ഗിഫ്റ്റ് വന്നതാണ് ഡിംപിളിന് കേട്ടോ. അപ്പോൾ ഞാനാണ് പോയിട്ട് വാങ്ങിയത്. അപ്പോൾ അത് തുറന്ന് നോക്കിയിട്ട് ഡിംപിളാണ് എനിക്കിത് വീഡിയോ അയച്ചു തന്നത്. ഞാൻ എടുത്തതല്ല ഇത് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊന്നും കണ്ടില്ല. ഞാൻ ജസ്റ്റ് അത് വാങ്ങി ഡിംപിളിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അതിൻ്റെ വേർഡിങ്സും കാര്യങ്ങളൊക്കെ നല്ല, എന്താ പറയുക, നല്ല ഒരു സംഭവം. ഇതായിരുന്നു ആ ഗിഫ്റ്റ് കേട്ടോ. എനിക്ക് ഡിംപിൾ കൊണ്ട് കാണിച്ചതപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതാരതെന്ന് വിചാരിച്ചു. കെസ് ബേബീനെ ഉദ്ദേശിച്ചിട്ടാണ് ആ മോൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഗിഫ്റ്റ് പാച്ചുവിൻ്റെ ബർത്ത്ഡേ ജൂൺ 14 അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റാന്ന് തോന്നുന്നുണ്ട് ഇത്. അപ്പോൾ എന്തായാലും എനിക്കും ഭയങ്കര സന്തോഷമായി. ഡിംപിളിനും അതെ, ഡിംപിളിന് എപ്പോഴും ഇങ്ങനെ ഒരു 2 പേരും കൂടിയുള്ള ഒരു ഫോട്ടോ കാണാനാണ് ഡിംപിളിനും ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലവട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ അങ്ങനത്തെ സംഭവം ഫോട്ടോസ് ഫ്രെയിം ചെയ്തിട്ടുള്ളതും നമ്മളുടെ ബർത്ത്ഡേക്ക് കുട്ടികൾ തന്നിട്ടുള്ളത്, സുലു ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഇനിയും ഞാൻ ഒരെണ്ണം നല്ലത് ഡിസൈൻ ചെയ്ത് എനിക്ക് സുലു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അത് അങ്ങോട്ട് മുഴുവനായിട്ടില്ല, എനിക്കത് ഫ്രെയിം ചെയ്യണം. പിന്നെ അതിന് വേറൊരു സംഭവം ഞാൻ ചെയ്യാനായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നടന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ആ ഫോട്ടോ അസലായിട്ടുണ്ടായിരുന്നു. നല്ല, എന്താ പറയുക, നല്ല ജീവനുള്ള ഒരു സംഭവം. അതാണ് ഞാൻ ആദ്യം ഫ്രെയിം ചെയ്യാൻ വെച്ചത്. പക്ഷേ സാഹചര്യം കൊണ്ട് ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഇന്ന് അയക്കാനുള്ള സാധനങ്ങൾ പ്ലേറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് വേഗം ഒക്കെ പാക്ക് ചെയ്തു. അപ്പോൾ ഈ മാല നല്ല മാല കേട്ടോ, മറ്റേ നേരിയ മാല. എന്നോട് അന്നാൾ കുറേ പേര് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് പ്ലേറ്റ് ചെയ്ത് വന്നതാണ്. ബ്ലാക്കും പിന്നെ നമ്മളുടെ ഈ പേള്, വെറുതെ ഒരു നേരിയ ബോക്സ് ചെയ്യുമ്പോൾ 3 മണി പേള്, നല്ല ഭംഗിയുള്ള മാല കേട്ടോ. അത് സോറി കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കുന്നത്, തൊണ്ടയ്ക്കൊരു തടസ്സമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ, സോറി. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് ഒരെണ്ണം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. കാരണം നമുക്ക് ചുരിദാറൊക്കെ ഇടുമ്പോൾ ഈ മാല വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. നോക്കിയപ്പോൾ പ്രഷർ ഒന്ന് ലോ ആയതാണ്. അപ്പോൾ ഡിംപിളിനെ എപ്പോൾ നോക്കുമ്പോഴും പ്രഷർ ലോ ആണ്. അപ്പോൾ ഞാൻ അവളോട് പറയും ഒരു ഡോക്ടറെ എടുക്കണം എന്ന് എപ്പോഴും ഞാൻ പറയും. എപ്പോഴും പ്രഷർ ലോ ആണ് നോക്കുമ്പോൾ. അങ്ങനെ ഇവരെ 2 പേരെയും കാണാണ്ട് നോക്കിയപ്പോൾ 2 ആൾ നിന്ന് കളിക്കുക. പാച്ചു ഡാഡിയുടെ കൂടെ കാറിൽ കയറി മറ്റേ പോസ്റ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവരെ കാണാണ്ട് നോക്കിയപ്പോഴാണ് 2 ആളും കൂടിയിട്ട് കാർ പോർച്ചില്ല. പിന്നെ തോമ എങ്ങനെയാണെന്ന് വെച്ചാൽ മുറ്റത്തേക്ക് ഗേറ്റിൻ്റെ അവിടേക്കൊന്നും പോവില്ല. ആ ഒരു ധൈര്യമുണ്ട് നമുക്ക്. ഗേറ്റ് തുറന്ന് കിടന്നാലും അവൻ ഈ ഇട്ടാവട്ടത്താണ്. വല്ലവരെയും കണ്ട അവൻ അകത്തേക്ക് കയറി വരുന്നല്ലാണ്ട് പുറത്തേക്ക് ഓടില്ല കേട്ടോ. അങ്ങനെ പിള്ളേരുടെയൊക്കെ ഊണിന് ശേഷം ലാസ്റ്റാണ് ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നത്. അപ്പോൾ ചോറും നല്ല ചൂടുള്ള രസവും മുതിര കുത്തിക്കാച്ചിയതും പിന്നെ എന്തിട്ടായിരുന്നു ബീഫ് ഫ്രൈയും. അതായിരുന്നു ഇന്നത്തെ ലഞ്ച്. അത് കഴിഞ്ഞ് എല്ലാവരോടും ഞാൻ പറഞ്ഞു പൊക്കോ, പോയി കിടന്നോ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ യാത്രക്കാരൻ കുട്ടികൾ 3 ആളും കൂടി കഴിഞ്ഞാൽ ഭയങ്കര മേളാണ് ഇവിടെ. അപ്പോൾ 3 ആളെയും അങ്ങോട്ട് വിട്ടതിന് ശേഷം ഞാൻ തുണി തോരയിടാൻ നിന്നപ്പോൾ ഡിംപിൾ എൻ്റെ കൂടെ വന്ന് തുണികളൊക്കെ ഒന്ന് തോരയിട്ടിട്ട് അവളോടും ഞാൻ പറഞ്ഞു കയറി പൊക്കോളാം. കാരണം ഈ പണികൾ ഞാൻ എടുത്താൽ മാത്രമേ ശരിയാവുള്ളൂ.
അപ്പോൾ ചിലവർ എന്നോട് ചോദിക്കും ഒരു സെർവൻറ്റിനെ വെച്ചുകൂടെ എന്ന്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പണികൾ നമ്മൾ തന്നെ ചെയ്യണം. അവരോട് പറയുമ്പോൾ അവരപ്പം ചെയ്തതല്ല ഇപ്പം ചെയ്തതല്ല ഇപ്പം ചെയ്യണോ അല്ലെങ്കിൽ പിന്നെ മതിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമാവും. അപ്പം നമുക്കാകുമ്പോൾ എന്തായാലും നമ്മൾ അവരുടെ ഒപ്പം നിൽക്കണം. നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം നമുക്ക് ചെയ്യാം. അതാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഭാഗം ഇന്നലെ ആ പണി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് പൊടിയായിരുന്നു. അപ്പോൾ ഈ ചെടിച്ചട്ടിയുടെ ഇടയിലേക്കൊക്കെ വീണ കാരണം ഞാൻ വിചാരിച്ചു അത് പട്ടികളുടെ മേത്തായാലും അവർക്കും ഈ പറഞ്ഞോണം അലർജി വരും. സ്കിൻ അലർജി വന്നാൽ ഭയങ്കര പണിയാണ്. ചന്തുവിന് ഈ വീട് പണി കഴിഞ്ഞ് ഞങ്ങൾ കയറിയ സമയത്ത് അവനെ വന്നതാണ്. ശരിക്കും ചത്തു എന്ന് വിചാരിച്ച രോമൊക്കെ പോയിട്ട് വെറും മാംസകഷ്ണമായതാണ്. പിന്നെ അവൻ ഉഷാറായിട്ടാണ് ചാവണയിലും ഒക്കെ നല്ല മിടുക്കനായിട്ടാണ് പോയത്. അപ്പം ഞാൻ ആ ഒരു അനുഭവമുള്ള കാരണം ഞാൻ എന്ത് പണി കഴിഞ്ഞാലും കംപ്ലീറ്റ് അടിച്ച് വാരി വെള്ളം ഒഴിച്ച് കഴുകും. ഒരംശം പോലും സിമെൻറ്റിൻ്റെ അവരുടെ മേത്താവരുതെന്ന് വിചാരിച്ചിട്ട്. കാരണം ഫറുള്ള ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആവും ചോട്ടോ അല്ലെങ്കിലും കണ്ടാൽ എന്താ പറയുക അവൻ്റെ ഹെയർ നല്ലോണം കട്ട് ചെയ്യാറായിട്ട് ഈ വെള്ളത്തിലൊക്കെ കിടന്ന് ഉരുളണ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഞാൻ ഇതും കൂടി ഒന്ന് ഒതുക്കാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അത്രയും അടിച്ച് കഴുകി കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറ്റാണ്ടായി. എനിക്ക് അങ്ങനെ അധികം കുമ്പിട്ടിട്ടുള്ള കാര്യങ്ങൾ വല്ലാണ്ട് പതിയം ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ദേ കയറിയപ്പോൾ നമ്മുടെ മുട്ട ട്രേ ഇങ്ങനെ എടുത്തപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ വീഴാൻ പോയി. അപ്പോഴാണ് നോക്കിയപ്പോൾ ഒരറ്റത്ത് നിന്ന് എടുക്കുമ്പോൾ മറ്റേ അറ്റത്ത് ഇങ്ങനെ ഓൾറെഡി വെയിറ്റ് തൂങ്ങുമ്പോൾ ഇങ്ങനെ വീഴാൻ പോകില്ല. അപ്പോൾ ഇതാണെന്ന് വെച്ചാൽ ക്ലിപ്പില്ലാത്ത ബോക്സാണ്. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് സെൻറ്ററിലേക്ക് ആക്കി വെച്ച് ഈ ഭാഗം ഒന്ന് ഒതുക്കി വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ എന്തുട്ടാണ് മരപ്പട്ടി വരണതിനുള്ള നെറ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അടിക്കാനായിട്ട് ആശാരി ഞായറാഴ്ച വരുള്ളൂ. മറ്റേ ഡ്രില്ല് ചെയ്തിട്ട് പിൻ ചെയ്യുക വേണ്ടു. പക്ഷേ വേറെ പണികളും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോഴേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്ത് കയറുമ്പോൾ മണി 5 അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് കാപ്പി വെച്ചിട്ടാവാം. അപ്പോൾ ഇത് നമ്മുടെ പട്ടികൾക്കുള്ള ചോറ് ഞാൻ കുക്കറിൽ വെച്ചു. അത് നമ്മുടെ ഉഴുന്നും അരിയും കുതിരാൻ വേണ്ടിയിട്ട് ഡിവൈൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് ചോറും അളവിന് ചോറും ഡിവൈൻ മാറ്റി വെക്കിട്ടോ. ഇത് ഞാൻ പട്ടികൾക്ക് കൊടുക്കാനുള്ള ചോറും കാര്യങ്ങളും മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ടാവാം അടുത്ത പരിപാടിയെന്ന്. അങ്ങനെ എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ ഹേസൽനട്ടിൻ്റെ ഫ്ലേവറുള്ള കോഫി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കണ്ടമാനം പേര് അവിടെ നിന്ന് ഇവിടുന്ന് എനിക്ക് ഈ കോഫിയും ടീയും ഇഷ്ടമായ കാരണം പല ഫ്ലേവറും എനിക്കിങ്ങനെ സെൻഡ് ചെയ്ത് തരും. ആ കൂട്ടത്തിൽ സെൻഡ് ചെയ്തതിലത്തെ ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ വെച്ചാൽ വലിയൊരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലേവറിൻ്റെ ഇത് കുറയും. അപ്പോൾ ഒരു ഹാഫ് ഗ്ലാസ് അതായത് ചെറിയൊരു ടീ കപ്പിൻ്റെ അത്ര എടുക്കാവൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിപ്പോൾ ഓൺലൈനിലൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ പല ഫ്ലേവറുള്ള കോഫിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് വാങ്ങി കഴിക്കാം. ഇതിപ്പോൾ പണ്ടാണ് പുറമേ നിന്ന് കൊണ്ടുവരുന്നത് കഴിക്കുക എന്നുള്ളത്. ഇപ്പോൾ എന്ത് സാധനം വേണമെങ്കിലും ഓൺലൈനിലുണ്ട്. നമുക്ക് അധികം വിലയും ഇല്ലാത്ത സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഈ റീഫിൽ പാക്കറ്റ് ആയ കാരണം നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ കൊക്കിൽ ഒതുങ്ങുന്ന കാശിന് വാങ്ങിക്കാം. അല്ലാണ്ട് ഒരു കിലോ കണക്കൊന്നും വാങ്ങിക്കണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഫ്രിഡ്ജൊന്ന് ഒതുക്കാം എന്ന് വിചാരിച്ചു. കാരണം കുറേ സാധനങ്ങൾ കളയാനും എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ ഫ്രിഡ്ജ് ഒതുക്കാനായിട്ട് നിന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പ് നിറച്ച് വെള്ളം വയ്ക്കും കുപ്പിയിൽ. കുട്ടികൾക്കൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യമായിരുന്നു. ഇപ്പോൾ മഴ ഒന്ന് പെയ്തപ്പോൾ ഏറ്റവും കുറവ് വേണ്ടത് ഇപ്പോൾ വെള്ളമായി. പെട്ടെന്ന് വരുന്ന ഒരു മാറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 കുപ്പി മാറ്റി വയ്ക്കാം, ബാക്കി മതി. 4ഉം 2ഉം 6 കുപ്പി മതി എന്നുള്ള ധാരണയിൽ കുപ്പി അപ്പോൾ ഞാൻ കഴുകിയിട്ട് ഇങ്ങനെ കമത്തി വയ്ക്കും. സംഭവം നമുക്ക് എടുത്ത് വെക്കാനായാൽ പോലും ഒരു തുണ്ട് വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ടോ അത് എടുക്കുക. എടുക്കുമ്പോൾ അതൊരു പൊട്ടം മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നിങ്ങളായാലും കഴുകിയിട്ട് കമത്തി വയ്ക്കുക. അത് എയർ പാസ് ചെയ്യണം, എന്തെങ്കിലും വെള്ളം മുഴുവൻ ഡ്രൈ ആവുള്ളൂ, അല്ലെങ്കിൽ ഈർപ്പം കൊണ്ട് വീണ്ടും വെള്ളം. അപ്പോൾ മൂടി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 ബോട്ടിൽ ഞാൻ പെരുന്നാൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ വെള്ളം കുപ്പിയൊക്കെ നിറച്ച് വെച്ച് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നി കുറച്ച് സാധനങ്ങൾ കളയാനും എടുക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രങ്ങളും കഴുകി വെച്ചു. മറ്റേ പച്ചമുളക് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഡിവൈൻ, അതെടുത്തിട്ട് ഞാൻ ബോക്സിലാക്കി വെച്ചു. എല്ലാം കഴിഞ്ഞതാ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നേരം പോയി കിടന്നിട്ടാവാം എന്ന് വിചാരിച്ച്. കാരണം അപ്പോഴത്തേക്കും നമ്മൾ പറയില്ലേ ഗ്യാസ് പോയി എന്ന് പറയില്ലേ, അപ്പോഴേക്കും നമ്മളുടെ ഗ്യാസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞാൻ പോയി കിടന്ന് കഴിഞ്ഞിട്ട് പിന്നത്തെ ബാക്കി പണിയാണ്. ഞാൻ നടയിൽ ലൈറ്റൊക്കെ കത്തിച്ച് ഞാൻ ആ കുരിശ് അത് ഈസ്റ്റർ കഴിയുമ്പോൾ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്.
എടുത്തപ്പോഴാണ് അവിടുത്തെ പെയിൻറ്റ് ചെറുതായിട്ടൊന്ന് പോയി, അങ്ങോട്ട് അടർന്നപ്പോൾ ഞാൻ ഉടനെ ആ മറ്റേ സെല്ലോ ടേപ്പ് തന്നെ വെച്ചിട്ട് അവിടെ അങ്ങനെ ഇട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, ആ പേര് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ അവിടെ കയറ്റാതെ വിചാരിച്ചിട്ടുണ്ട്. നാളെ ആവട്ടെ വെച്ചിട്ടാണ്, നാളെ ഈ നേരമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ സമ്മതിച്ചോ ഒട്ടിച്ചോ എന്നുള്ളത്. അങ്ങനെ ദേ നോക്കിയപ്പോൾ ഡിവൈൻ മറ്റേ മാവൊക്കെ അരച്ച് വെച്ചിട്ട് പിള്ളേരായിട്ട് മുകളിലേക്ക് പോയേക്കാണ് കേട്ടോ. അപ്പോൾ 3 ആളും കൂടുമ്പോൾ നല്ല മേളം ഇവിടെ. അപ്പോൾ മുകളിലേക്ക് കൊണ്ടുപോയേർക്കാം 2 പേരെയും. പിന്നെ ഇതേ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടാണ് എല്ലാ പരിപാടികളും 2 പേരുടെയും കഴിഞ്ഞു, ഡിമ്പിളുടെയും ഡിവൈൻ്റെയും കഴിഞ്ഞ് അവരിതേ സ്വസ്ഥമായിട്ട് പോയി. അപ്പോഴാണ് ഞാൻ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്ന് നോക്കിയപ്പോൾ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കേ വേണ്ടു. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ തേച്ചത് കൊണ്ടുവന്നതുണ്ടായിരുന്നു, എന്നാൽ പിന്നെ ഞാൻ അത് ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡിമ്പിൾ ബിസിനസ്സിൻ്റെ കാര്യത്തിനായിട്ടിരുന്നു. അപ്പോൾ ഡോൺ വന്നു, ഡോണും ഡാഡിയും താഴെയുണ്ട്, ഡിവൈനും കുട്ടികളും മുകളിലുണ്ട്. അപ്പോൾ ചാക്കോച്ചന് ഉറങ്ങേണ്ട സമയമായിട്ട്, തോമും ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ 2 ആളും കൂടിയിട്ട് മുകളിൽ ഉറങ്ങേണ്ട സമയം 8:30 9 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഇതൊന്നും ഒതുക്കാമെന്ന് വിചാരിച്ച് നിന്നു. അപ്പോൾ ഞാനിങ്ങനെ കള്ളികൾ ഓരോ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ 2-3 കള്ളികൾ കഴിഞ്ഞിട്ടുണ്ട് അലമാരിയുടെ. അപ്പോൾ ഇന്ന് എന്തായാലും ഷർട്ടുകൾ തേച്ചത് വെക്കണം, എന്നാൽ പിന്നെ കംപ്ലീറ്റ് എടുത്തിട്ട് ഒന്നും കൂടി ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ സാധാരണ ഷർട്ടായാലും ഡ്രസ്സുകളായാലും ആദ്യം ഇട്ടത് താഴേക്ക് പോയാലാണ് മുകളിൽ നിന്ന് ഇടുള്ളൂ. നമ്മളുടെ ക്ഷമ ആണുങ്ങൾക്കായാലും മക്കൾക്കായാലും ഉണ്ടാവില്ല. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്ന പണിയാണ്, ഓരോ പ്രാവശ്യം കൊണ്ടുവരുമ്പോഴും തേച്ച് കൊണ്ടുവന്നത് അടിയിൽ വെച്ചിട്ട് മറ്റേത് മുകളിലേക്ക് ആക്കി വെക്കും കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൽ കംപ്ലീറ്റ് നോർമൽ ഷർട്ടുകൾ, അതായത് പട്ടല്ലാത്ത ഷർട്ടുകൾ ഒരെണ്ണത്തിൽ മുഴുവൻ വെച്ചു, മറ്റേതിൽ മൊത്തം പട്ടിൻ്റെ ഷർട്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 വർഷമായിട്ട് ഡാഡി ഇങ്ങനത്തെ ഷർട്ടുകൾ വളരെ എണ്ണം കുറവാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഡാഡിയും ഡോണും കൂടിയിട്ട്, അതായത് 10-15 കൊല്ലം മുമ്പത്തെ തൊട്ടാണ് കേട്ടോ, ലൊക്കേഷൻസിലായാലും ഡാഡി ഇങ്ങനത്തെ ഷർട്ടാണ് യൂസ് ചെയ്യുക. ഷർട്ടും ജീൻസും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും മാറി ഇടേണ്ടതുകൊണ്ട് കുറേ കാലങ്ങളായിട്ട് ഈ പ്ലെയിൻ ഇങ്ങനത്തെ ഷർട്ടുകളാണ് യൂസ് ചെയ്യുക കേട്ടോ. പക്ഷേ മറ്റേ കൊറോണ കഴിഞ്ഞോട് കൂടിയിട്ട് യാത്രകൾ അങ്ങോട്ട് നിന്നല്ലോ, ആ നിന്നോട് കൂടിയിട്ട് ഇത് മാറി. പിന്നെ അതുപോലെ തന്നെ അന്ന് ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഡാഡി മുണ്ടാണ് കൊടുക്കുക, കാരണം കുട്ടികളൊന്നുമില്ലല്ലോ. അപ്പോൾ മുണ്ടും അതിൻ്റേതായ ഒരു സ്റ്റൈലിലാണ് അന്നൊക്കെ നമ്മൾ പോവുക. പക്ഷേ ഇപ്പോൾ മുണ്ട് എന്ന് പറഞ്ഞ സാധനമില്ല. ഞാനും ഡാഡിയും പള്ളിയിലേക്ക് പോകുമ്പോൾ മാത്രം മുണ്ട് കൊടുക്കലായി. കല്യാണങ്ങൾക്കൊന്നും മുണ്ട് കൊടുക്കണ പണിയില്ല, കാരണം കുട്ടികൾ ഒരാളൊക്കത്തുണ്ടാവും, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മുണ്ട് മൊത്തം അങ്ങോട്ട് ഒഴിവാക്കിയിട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഷർട്ടുകളൊക്കെ ഞാൻ ഒരെണ്ണത്തിൽ വെച്ചു. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഡെയിലി എവിടേക്കെങ്കിലും പോകുമ്പോൾ വേണമെങ്കിൽ ഇടാം. അല്ലാണ്ട് എപ്പോൾ പോകുമ്പോഴും ഈ പട്ടിൻ്റെ ഷർട്ട് ഇട്ടിട്ട് എല്ലായിടത്തേക്കും ഒരുപോലെ പോകുമ്പോൾ അതൊരു സുഖമല്ലല്ലോ. നമ്മളായാലും എവിടെയെങ്കിലും നല്ല ഒരു ആവശ്യത്തിന് പോകുമ്പോഴാണല്ലോ പട്ട് സാരി കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് ഡാഡിയുടെ കാര്യം കേട്ടോ. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങുകയാണെങ്കിൽ അങ്ങനത്തെ, അല്ലെങ്കിൽ ഇതുപോലെ ഇതിൽ തന്നെ പല ടൈപ്പ് ഷർട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഹൽദിയുടെ മഞ്ഞയാണ്, മഞ്ഞ പച്ച ചുവപ്പ് ഇല്ലാത്ത കളർ. അപ്പോൾ ഇന്ന് ഡിമ്പിളിനോട് പറഞ്ഞപ്പോൾ ഡിമ്പിൾ പറയായിരുന്നു, എൻ്റെ മമ്മി 10 കൊല്ലമായിട്ടുള്ള ഷർട്ടുകളല്ലേ, ഏത് കളറാണ് ഡാഡിക്ക് ഇല്ലാത്തതെന്ന്. കാരണം എനിക്ക് തോന്നുന്നു ഡിമ്പിളുടെ ഫിക്സേഷനാണെന്ന് തോന്നുന്നുണ്ട്. സെയിം കളർ കിട്ടാണ്ട് ഡൈ ചെയ്തിട്ടാണ് അവർക്ക് ഷർട്ട് ഒരുപോലെ കിട്ടിയതൊക്കെ. അതുപോലെ കുറേ കാര്യങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം സെയിം കളർ കിട്ടുക. ഇപ്പം ഒരു കളർ കോഡ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ സാരിയുടെ അതേ കളറിലാണ് ഡാഡി ഷർട്ടുകൾ ഇട്ടിരുന്നത്. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഞാൻ ഈ കുർത്ത ആയതിന് ശേഷമാണ് അങ്ങനെ ആവാത്തത്. എന്നാലും ഒരുവിധമൊക്കെ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷർട്ടുകളുടെ ആവശ്യം വളരെ കുറവായി. പിന്നെ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തുട്ട്. സാധാരണ കോട്ടൺ ഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ കണ്ടമാനം പേർക്ക് കൊടുത്തു. പിന്നെ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു നല്ല ഷർട്ടായിട്ടാവും കൊടുക്കുക, പിന്നെ അവരത് ഒന്നും അല്ലാണ്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കതൊരു വിഷമം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മാക്സിമം നമ്മളുടെ മറ്റേ ഓൾഡ് ഏജ് ഹോം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് കൊടുക്കുക. അപ്പോൾ അവരാകുമ്പോൾ അത് പൊന്നു പോലെ നോക്കി അതിൻ്റെ ഭംഗി പോലെ ഇടും. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് സെപ്റ്റംബർ 15-ാം തീയതി നമ്മുടെ പിള്ളേരുടെ കല്യാണം ബിഗ് ഡേ ഉണ്ടായിരുന്നില്ല, അന്നത്തെയാണ് ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഷർട്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, 2 സെക്ഷനിലും ഫുള്ള് ഷർട്ട് ഇട്ടു. അപ്പോൾ 2 ഷർട്ട് ഇട്ടത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇട്ട ഷർട്ട് ഞാൻ ഏറ്റവും മുകളിൽ വെച്ചു. ഒരേ പ്രാവശ്യം ഇട്ടിട്ടുള്ള ഷർട്ടുകളുടെ ഇപ്പോൾ പാലക്കാട് പോയപ്പോൾ ഇട്ടതുണ്ടായിരുന്നു, പിന്നെ തൊട്ട് മുമ്പ് വേറെ എവിടേക്കോ പോയപ്പോൾ ഇട്ടതുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 എണ്ണം ഞാൻ ഏറ്റവും മുകളിൽ വെക്കും, അതായത് ഓരോ പ്രാവശ്യം കൊണ്ട് ഇട്ടിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ആ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അയൺ ചെയ്തിട്ട് തിരിച്ചിങ്ങനെ കൊണ്ടുവരിക ചെയ്യുക. പിന്നെ ആ മുകളിലിരിക്കുന്ന ആൾ നേരെ കീഴ്പോട്ടേക്ക് പോകും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ ബാഗും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഡാഡിയുടെ ഷോർട്ട്സ് മാത്രമാണ്, അതായത് പുറത്ത് പോകുമ്പോഴുള്ള ബർമൂഡകളും ബനിയനുകളും. വീട്ടിലിടേണ്ടതല്ല, നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഡാഡി, ഞാൻ പറയുന്നില്ലേ ഞങ്ങൾ ബാംഗ്ലൂരായാലും എവിടേക്ക് പോവായാലും ഇപ്പോൾ ഞങ്ങൾ പുറത്ത് പോകുമ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒക്കെ ഡാഡി ഷോർട്ട്സാണ് ഇടുക. കാരണം മുണ്ടെടുത്താലും പാൻ്റ് എടുത്താലും കുട്ടികളെ കൈകാര്യം ചെയ്യാനും പിന്നെ പണ്ട് തൊട്ടേ ശീലം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ തുടരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ഷോർട്ട്സും ബർമൂഡയും ബനിയൻസും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിലാണ് വെക്കുക, എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇതൊക്കെ കൈയുള്ള ബനിയനുകളാണ് കേട്ടോ. അപ്പോൾ പലയിടത്തുനിന്നും പലരും കൊണ്ടുവന്നുണ്ട്, ഡയോൺ കൊണ്ടുവന്നുണ്ട്, ഡോൺ കൊണ്ടുവന്ന്, ഡിംപിൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നത്, അങ്ങനെ കൈയുള്ള വട്ടക്കഴുത്തിൻ്റെ ബനിയനുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതും ഞാൻ ഒരു വശത്ത് വെച്ചു. ഇതൊക്കെ അതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിൽ അതിൻ്റേതായ ബനിയനുകൾ വെച്ചു. അപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പെറുക്കി കൂട്ടി പെട്ടിയിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു യാത്ര പോവായാലും എവിടേക്ക് പോകുമ്പോൾ അതിന് വേണ്ടി പ്രത്യേകിച്ചൊരു ഒരുക്കത്തിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ അയേൺ ചെയ്ത് വെച്ചാൽ ചിലർ ഞാൻ കണ്ടിട്ട് ഇറങ്ങണ നേരത്താണ് അയേൺ ചെയ്യാൻ നോക്കുക, അപ്പോൾ ചിലപ്പോൾ കറണ്ട് ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ഞാൻ കുട്ടികളോടായാലും പറയും, നിങ്ങൾ ചെയ്യുമ്പോൾ അയേൺ ചെയ്ത് വെക്കുക, നമുക്ക് പിന്നെ എപ്പോഴാണ് ആവശ്യം എന്ന് വെച്ചാൽ അപ്പം എടുത്തിട്ടാൽ മതിയല്ലോ എന്ന് പറയും. അങ്ങനെ രണ്ട് ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് മുണ്ടിൻ്റെയാണ്. ആ മുണ്ടിൻ്റെ ബോക്സ് എടുത്തപ്പോഴാണ് എനിക്ക് എനിക്കെന്നല്ല, നമ്മുടെ അമ്മമാർക്കൊക്കെയുള്ള ശീലമാണ്. നമ്മളുടെ പേപ്പർ ഉണ്ടാവും, അലമാരിയുടെ ഉള്ളിൽ ഇടുന്ന പേപ്പർ ഉണ്ടാവും. ആ പേപ്പറിൻ്റെ അടിയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, കളയാത്ത സാധനങ്ങൾ ഇങ്ങനെ തള്ളി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ആ സ്വഭാവം എനിക്കുണ്ട്. എൻ്റെ അമ്മച്ചി മരിച്ച് കഴിഞ്ഞപ്പോൾ പേപ്പറുകൾ തുറന്നപ്പോൾ അതിൻ്റെ അടിയിൽ നോട്ടുകളുണ്ടായിരുന്നു. അതായത് നമ്മൾ ഓർക്കാണ്ട് ഇങ്ങനെ മാറ്റി വെക്കുന്ന സംഭവങ്ങൾ. അത് ഇവിടെ നിന്നല്ല, നിങ്ങളിപ്പോൾ ഓരോരുത്തരും വിചാരിക്കേണ്ടാവും, ശരിയാണല്ലോ എൻ്റെ അമ്മയ്ക്കും അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, എൻ്റെ അമ്മാമ്മയും അങ്ങനെയായിരുന്നല്ലോ എന്നൊക്കെ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കും. കാരണം പണ്ട് അങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഈ കടലാസ് ഉണ്ടാവും, കടലാസിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് തള്ളി വയ്ക്കും. അങ്ങനെ തള്ളി വെച്ച ഒന്ന് രണ്ട്, അതായത് നമുക്ക് കളയാൻ മനസ്സ് വരാത്ത ഒന്ന് രണ്ട് സംഭവങ്ങളാണ്, അതാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെയും ഞാനൊരു കൊന്തയിട്ടുണ്ട്. എല്ലാത്തിലും ഞാൻ എന്താ പറയുക, അതിൻ്റേതായ എന്തെങ്കിലും, ഒന്നെങ്കിൽ ഒരു സ്റ്റിക്കർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കൊന്തയുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ ഒരു പെട്ടി നിറച്ച് മുണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ മുണ്ട് ശരിക്കും ഉടുത്തിട്ടില്ല, നീർത്തിയിട്ട് പോലുമില്ല. സാരി കേന്ദ്രമായിട്ട് അത് ഏത് ഫംഗ്ഷൻ്റെ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, വല്ല ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കുട്ടികൾ കൊടുത്തതൊക്കെ ആവും. അപ്പോൾ ഇതെനിക്ക് അബദ്ധം പറ്റി, ഞാൻ ഇങ്ങനെ തന്നെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഒരു ദിവസം എടുത്തിട്ട് വേണം തിരിച്ച് വെക്കാൻ, എന്നെങ്കിലേ നമുക്ക് കര ഏതാണെന്ന് അറിഞ്ഞിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ വെച്ച് വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ കണ്ടത്. ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് സംഭവം എടുക്കണ്ടോ. ഇത് വെച്ചത് ശരിയായിട്ടില്ല. അപ്പോൾ ഇനി നാളെ എങ്ങാനും സൗകര്യം പോലെ അതെടുത്തൊന്ന് തിരിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് കണ്ടിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ എടുക്കണമെങ്കിൽ ഓരോന്നും എടുത്ത് പുറത്തേക്ക് വെക്കണം. അങ്ങനെ 4 ഡാഡിയുടെ സെക്ഷനാണ് ഈ ഒരു കള്ളി. പുറത്ത് പോണത് മാത്രം കേട്ടോ, അകത്തിടുന്നതും സാധാരണ പോണ പാൻറ്റും ഷർട്ടൊക്കെ വേറെയാണ് ഇത്. അപ്പോൾ ഈ മുകളിലത്തെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്, എൻ്റെ സാരികളും ബാക്കി എന്താ പറയുക പെർഫ്യൂമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെയാണ് ഈ 2 കള്ളി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും മണി 10 മണിയൊക്കെ ആവറായി. ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ ചുരിദാറിൻ്റെ സെക്ഷൻ എടുത്ത് വെക്കണമെങ്കിൽ പണി കുറച്ചുണ്ട്, അപ്പോൾ അവിടെ ഇരിക്കട്ടെ, നാളെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്കും ഇവരുടെയൊക്കെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ പാച്ചു ചെയ്യണ കുറുമ്പ് കണ്ടോ, അവന് ചക്കയുടെ ആ മുള്ളു കൊള്ളണത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചെയ്യണ പണിയാണ് ബനിയം പൊക്കിയിട്ട് ചക്കയമ്മ ചാരി നിൽക്കൽ. അപ്പോൾ അപ്പാപ്പൻ്റെ കയ്യിൽ നിന്ന് പതുക്കെ ഒരു കൊട്ട് കിട്ടി, പക്ഷേ സന്തോഷം കൊണ്ട് കൊട്ടിയതാണ് കേട്ടോ, അടിച്ചതല്ല. അവന് ഭയങ്കര ഇഷ്ടം, കൈ ഇങ്ങനെ അമർത്തിയിട്ട് മുള്ളിൻ്റെ ആ ഒരു കുഞ്ഞ് വേദന ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം മൂപ്പർക്ക്. അപ്പോഴാണ് അവിടെ സൈഡിൽ ഷീറ്റ് ഇരിക്കുന്ന കണ്ടത്. അപ്പോൾ ചോദിക്കാതെ എന്തിനുള്ളതാണ്. അപ്പോൾ ശരിക്കും ഇതിന് കബേർഡിന് ഡോറ് വെക്കാനാണ് അത് കൊണ്ടുവന്നതെങ്കിലും ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇനി പാശ്ശേരി വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പണി വിചാരിച്ചിട്ടുണ്ട്, ഇതുവരെ നടന്നിട്ടില്ല. പറഞ്ഞ് കുറേ ദിവസങ്ങളായി. അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ആ ചട്ടി അവിടെ നിന്ന് നേരെ എടുത്ത് അപ്പുറത്തേക്ക് തന്നെ വെച്ചു കേട്ടോ. ഇവിടെ വന്ന് കംപ്ലീറ്റ് പാത്രങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഫ്രിഡ്ജ് ഒതുക്കിയപ്പോൾ കഴുകിയതായിരുന്നല്ലോ, അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞല്ലോ, പാച്ചൂട്ടിനെ ഫീഡ് ചെയ്യാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ഡിബിൾ അവസാനിപ്പിച്ചിട്ടാണ് വന്നത്. ആ സമയം കൊണ്ട് എനിക്ക് കുറച്ച് പാക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് കിടക്കണ നേരത്തെ. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുക എങ്ങനെ ഇത്ര ക്ലീനാക്കി എപ്പോഴും വെക്കണേന്ന്. ഞാനായിട്ടല്ല, ഇവരെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് വെക്കുക. അതായത് ലേബിൾ അങ്ങോട്ട് ഇരിക്കുന്നത് ഒന്ന് ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കും. നമ്മുടെ അവസാനത്തെ ഒരു കൈപ്പടി എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ എനിക്ക്, ബാക്കിയൊക്കെ കുട്ടികളാണ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഞാനത് കിടക്കുന്നതിന് മുമ്പ് ഒക്കെ അതാത് സ്ഥാനങ്ങളിലേക്കൊക്കെ ഒന്ന് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കും. അതാണ് എൻ്റെ പണി. അപ്പോൾ ഡിംപിളൊക്കെ അത് ഒതുക്കുമ്പോഴേക്കും ഞാൻ വേഗം ഈ മാലകളും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനായിട്ടിരുന്നു. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നത്, കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉച്ചയ്ക്ക് കുറച്ച് പാക്ക് ചെയ്ത് പോയി. അത് കഴിഞ്ഞിട്ട് നാളേക്കുള്ള പാക്കിങ്ങാണ് കേട്ടോ. ഒക്കെ ക്രിസ്റ്റലിൻ്റെ മാലകളാണ്. ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന സ്റ്റാറ്റസ് ക്രിസ്റ്റലാണ്. അപ്പോൾ പിന്നെ കുറേ പേര് എന്നോട് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറയും. എനിക്ക് ഗ്രൂപ്പില്ല കേട്ടോ, നമുക്ക് ഓർണമെൻറ്റ്സിന് ഗ്രൂപ്പില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഞാൻ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളൊരു ഹായ് എങ്ങനെ അയക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെക്കും. പിന്നെ എല്ലാ ദിവസവും ഇടുന്ന സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാം. അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡ്രീം കളക്ഷൻസിൻ്റെ വീഡിയോസ് ഉണ്ട് അതിൽ ചാനലിൽ, അപ്പോൾ അതിൽ പോയിട്ട് സെലക്ട് ചെയ്ത് ഇതുപോലെ എടുത്താലും മതി. അപ്പോൾ ഇതൊക്കെ ക്രിസ്റ്റലിൻ്റെ മാലകളാണ്, മൾട്ടി കളറുണ്ട്. പിന്നെ ഇത് നമ്മുടെ കോറലും ഗ്രീനും വൈറ്റും കൂടി ചേർന്നത്, ഇത് മൾട്ടി കളർ ക്രിസ്റ്റൽ. ഇതിൻ്റെ തന്നെ 3-4 ഷേപ്പ് ഉണ്ട് കേട്ടോ. ഓവലുണ്ട്, റൗണ്ട് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, അങ്ങനെ 3-4 ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഡിംപിൾ ഇതേ കുളിക്കാൻ പോയിക്കാം. അപ്പോൾ അപ്പം പാട്ട് വെച്ചിട്ടുണ്ട്. പാച്ചുട്ടൻ ഇതേ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴേക്ക് ഡിംപിളിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അവൻ നേരെ പോണു. ഇപ്പോൾ പെട്രോൾ അടിക്കലാണ് മൂപ്പരുടെ മെയിൻ പണി. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പെട്രോൾ അടിക്കുക, മമ്മിയുടെ കയ്യിൽ നിന്ന് മണി വാങ്ങിക്കുക, അത് കൊടുക്കുക. പിന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ കളികളാണ് കേട്ടോ. ഞാൻ ഈ കിടക്കണ നേരം വരെ കലകലകലാന്നുള്ള ഒച്ചയും ബഹളവും കേൾക്കാം അവിടെ നിന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ടപ്പെന്ന് വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങാം കേട്ടോ. അപ്പോൾ ഇന്നലെ അപ്പാപ്പൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ കിടക്കണേന്ന് വെച്ചിട്ട് ഞങ്ങളുടെ അടുത്താണ് കിടന്ന് ഉറങ്ങിയത്. കുറച്ച് കഴിഞ്ഞ് ഡിംപിൾ എടുക്കാൻ നോക്കിയപ്പോഴും സമ്മതിച്ചില്ല, പിന്നെ എടുത്തു കൊണ്ടുപോവുക ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ സുഖമായിട്ട് അവിടെ ഇരുന്ന് കളിക്കുകയാണ്. ഞാൻ പതുക്കെ പറഞ്ഞ് ഡോറടച്ചിങ്ങോട്ട് പോന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് തോന്നുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ആ ബാക്ക് വശം ഒന്ന് ക്ലീനാക്കാൻ പറ്റി. പിന്നെ ഡാഡിയുടെ ഒരു കള്ളി ഒന്ന് ഒതുക്കാൻ പറ്റി. അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.